பேக் கொஞ்சம் நகர்த்தி நகர்த்துங்க அப்படியே இந்த மாதிரி இறக்கி ஒன்று கீழே பேக் அப்படி கீழே 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 ഈ കാണുന്നത് മലബാർ മേഖലയിലെ ട്രെയിൻ യാത്രയാണ്. വാഗൺ ട്രാജഡിയെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഇപ്പോഴും മലബാർ മേഖലയിലെ യാത്ര. ആളുകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചിട്ടും റെയിൽവേ സംവിധാനം ആവശ്യത്തിന് സൗകര്യങ്ങൾ ഈ മേഖലയിൽ മാത്രം ഒരുക്കിയില്ല. ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും നിത്യവും ട്രെയിനിനെ ആശ്രയിക്കുന്നവരാണ്. പല ആവശ്യങ്ങൾക്കായി സാധാരണ ജനങ്ങൾക്കും ആശ്രയം ട്രെയിൻ തന്നെയാണ്. എന്നാൽ ട്രെയിൻ യാത്ര എന്നത് ഒരു ജീവൻ മരണ പോരാട്ടവുമാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും കയറുന്നതോടെ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് യാത്രക്കാരുടെ ദുരിതം. പല ട്രെയിനുകളിലും പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും രോഗികൾക്കും ആൾത്തിരക്ക് കാരണം ശ്വാസതടസ്സം അനുഭവപ്പെടാറുണ്ട്. ആവശ്യത്തിന് ട്രെയിനുകൾ ഇടാതെ ഉള്ള ട്രെയിനുകളിൽ ബോഗികൾ വർദ്ധിപ്പിക്കാതെയുള്ള ഈ ക്രൂരത നമ്മോട് മാത്രം എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണ സംവിധാനം എന്തുകൊണ്ട് കണ്ണടക്കുന്നു? ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയോട് തന്നെ ചോദിക്കാം. യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം, അതിനെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നടത്തി. അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇപ്പോൾ അടിയന്തരമായി സ്വീകരിക്കാൻ പോകുന്ന, ഇല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേയുമായി സംസാരിച്ച് വെച്ചിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ വടക്കൻ മലബാറിലുള്ള റെയിൽവേ യാത്രാ ക്ലേശം പരിഹരിക്കുന്ന നടപടികളായി മുന്നോട്ട് പോവുകയാണ്. അടുത്തിടെ തന്നെ നമുക്കറിയാം, നമ്മുടെ കണ്ണൂർ വരെ ഇപ്പോൾ 9 വണ്ടികളാണ് യാത്ര അവസാനിപ്പിക്കുന്നത്. കണ്ണൂർ കേരളത്തിൻ്റെ അതിർത്തിയല്ല, പാലക്കാട് ഡിവിഷൻ്റെ അതിർത്തിയല്ല, ദക്ഷിണ റെയിൽവേയുടെ അതിർത്തിയല്ല. പിന്നെ കണ്ണൂർ മാത്രം യാത്ര അവസാനിപ്പിക്കുക, കണ്ണൂർ മാത്രം ഒരു പ്രാമുഖ്യം നൽകുന്നത് ശക്തമായി എത്രയോ വർഷങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പുതിയ MP വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു അതിനൊരു മാറ്റമുണ്ടാകും. പക്ഷേ അദ്ദേഹം ഇവിടെ ഇത്ര 6 വർഷം 7 വർഷമായിട്ടും യാതൊരു മാറ്റവുമില്ല. പല തവണ അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ തന്നെ നമ്മൾ റെയിൽവേ ജനറൽ മാനേജർ ഓഫീസിൽ പോവുകയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തുകയും അവരത് ഡിവിഷൻ റെയിൽവേയുടെ അനുമതിയായി അല്ലെങ്കിൽ അംഗീകാരത്തിനായി സമർപ്പിച്ച് നിങ്ങൾ ഈ പദ്ധതികളായി അങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും അതനുസരിച്ചുള്ള വിവരങ്ങൾ MP ഓഫീസിനെ ധരിപ്പിക്കുകയും, പക്ഷേ അതിനുശേഷമുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. 2 പ്രാവശ്യം GM ഓഫീസ്, സദേൺ റെയിൽവേ GM ഓഫീസാണ് ഈ ദക്ഷിണ റെയിൽവേയുടെ ഒരു സുപ്രീം അതോറിറ്റി. പാലക്കാടല്ല, ചെന്നൈയിലാണ്. പാലക്കാട് ഡിവിഷൻ റെയിൽവേ ഓഫീസാണ്. ഡിവിഷൻ റെയിൽവേ ഓഫീസിനെല്ലാം എന്ത് പദ്ധതികളും ലോക്കൽ പാസഞ്ചർ ട്രെയിനുകളൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡിവിഷൻ ഓഫീസാണ്, പാസഞ്ചർ ട്രെയിനുകൾ. പക്ഷെ അതിൻ്റെ അനുമതി ചെന്നൈ GM ഓഫീസിൽ നിന്ന് ലഭിച്ചാലാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ യാത്രക്കാർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ കൈക്കുഞ്ഞുമായി വരുന്ന അമ്മമാർ പോലും ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിക്കഴിഞ്ഞാൽ കാലിടാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് യാത്ര ചെയ്യുന്നത്. അത്രത്തോളം ദുരിതം. നമ്മുടെ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 79 വർഷം ആഘോഷിക്കുമ്പോഴും റെയിൽവേയിൽ നമ്മുടെ ഈ വടക്കേ മലബാർ ഇല്ലെങ്കിൽ മലബാർ മേഖലയിൽ അവഗണന നേരിടുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതികരണ ശേഷി ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗം കൂടിയല്ലേ? 100%. നമ്മുടെ യാത്രക്കാരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറുമ്പോൾ അവർ ഈ ട്രെയിനിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് വാചാലരാവുകയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും ഇതിനെ പ്രതികരിക്കുന്നവരെയും അവരായ രീതിയിൽ വിമർശിക്കുകയും അതൊരു പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ട്രെയിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. പിന്നെ അവരായ ലോകത്തിലായി. ട്രെയിൻ കയറാൻ വീണ്ടും തുടങ്ങും. മാത്രമല്ല വാഗൺ ട്രാജഡിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള തിരക്കാണ്. നമുക്കറിയാം, സ്ത്രീകളൊക്കെ യാത്രയെ കാണും നമുക്ക് വിഷമം വരും. എന്താ അതിന് പരിഹാരം? ഒരുപാട് വണ്ടികൾ കണ്ണൂരിൽ നിന്ന് യാത്ര അവസാനിപ്പിക്കുന്ന വണ്ടികളുണ്ട്. ആ വണ്ടികൾ ഇങ്ങോട്ടേക്ക് നീട്ടിയാൽ എല്ലാവരും, നമുക്കറിയാം, ഇപ്പോൾ ഹൈവേ വർക്ക് നടക്കുന്നതുകൊണ്ടും ബസ് യാത്രയും മറ്റൊക്കെ സുരക്ഷിതമല്ലാത്തത് കൊണ്ടും റെയിൽ യാത്രയാണ് എല്ലാവരും ആദ്യം മുന്തിയ പരിഗണന നൽകുന്നത് റെയിൽവേ യാത്രക്കാണ്. അപ്പോൾ റെയിൽവേ
പിന്നെ ഒട്ടനവധി നല്ല കാര്യങ്ങളും മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ കാസർഗോഡുകാർക്ക് കണ്ണൂർ കഴിഞ്ഞുള്ള റെയിൽവേ സ്റ്റേഷൻകാർക്ക് ഏകദേശം 20 ലക്ഷം ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. കാസർഗോഡ് മാത്രം 14 ലക്ഷം ജനങ്ങൾ. അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ കഴിഞ്ഞ് കണ്ണപുരം മുതൽ പയ്യന്നൂർ വരെ ഏകദേശം കണ്ണൂർ ജില്ലയാണ്. അവിടെ ഒരു 2-3 ലക്ഷം ആൾക്കാർ. മംഗലാപുരത്തും അതുപോലെ പുത്തൂരിലുള്ള പല മലയാളീസും ബെത്തങ്ങാടി സെറ്റിലേഴ്സും കൂടി 20 ലക്ഷം ആൾക്കാരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായിട്ട് പോലും ഒരു നടപടിയില്ല എന്നൊരു വളരെ ഖേദകരമാണ്. ഇപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അദ്ദേഹം ഇതിനു വേണ്ടി ഇടപെടൽ വെച്ചാല് മന്ത്രികളെ കാണുന്നില്ല, ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല നമുക്ക് തോന്നുന്നത്. അതിനുശേഷം റിസൾട്ട് ഉണ്ടാവുന്നില്ല. അദ്ദേഹം പക്ഷെ കണ്ണൂരും കോഴിക്കോട് ഭാഗത്തുള്ള MP-മാർക്ക് അത്യാവശ്യം പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളെ പരശുരാം എക്സ്പ്രസ് തിരുവനന്തപുരത്ത് ആരംഭിച്ച പരശുരാം എക്സ്പ്രസ് നാഗർകോവിലേക്ക് കിട്ടി. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഏറനാട് നാഗർകോവിലേക്ക് നീട്ടി. പാലക്കാട് നിന്ന് ആരംഭിച്ച പിന്നെ ഇൻ്റർസിറ്റി കോയമ്പത്തൂരേക്ക് നീട്ടി. പാലരു എക്സ്പ്രസ് പാലക്കാട് പുനലുള്ള വണ്ടി നിരവധി 5-8 തവണ നീട്ടി. ഇപ്പോൾ ചെങ്കോട്ട തൂത്തുക്കുടി തൂത്തുക്കുടി വരെ ആ വണ്ടി നീട്ടി. പക്ഷെ നേരെ മറിച്ച് നമ്മളിവിടെ ആവശ്യപ്പെടുന്ന വണ്ടികൾ നമുക്കറിയാം, 12 മണിക്കൂർ 18 മണിക്കൂർ കിടക്കുന്ന വണ്ടികളുണ്ട്. കണ്ണൂർ രാത്രി യാത്ര അവസാനിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് അത് പിറ്റേന്ന് ഉച്ചക്ക് 2 മണിക്കാണ് പുറപ്പെടുന്നത്. അതുപോലെ ഉച്ചക്ക് 12:30 വരുന്ന കണ്ണൂർ എറണാകുളം ഇൻഡസ്ട്രിയൽ എക്സ്പ്രസ് പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക്, അതായത് 18 മണിക്കൂർ കിടക്കുകയാണ്. ഈ വണ്ടികളൊക്കെ നീട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തിരക്ക് കുറവ്. ആൾക്കാർ അതിനനുസരിച്ച് തിരക്ക് കൂടുമ്പോൾ അതനുസരിച്ച് 1 മണിക്കൂർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു വണ്ടി ലഭിക്കുമെങ്കിൽ ആൾക്കാർ കുടുംബമായി യാത്ര ചെയ്യുന്നവർ അതിന് യാത്ര ചെയ്യും. പക്ഷെ ഒരു വണ്ടി ഇല്ലാത്തവരും കിട്ടുന്ന വണ്ടിക്ക് എല്ലാവരും അടിച്ച് കയറുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു സാഹചര്യത്തിൽ കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു മെമോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? മെമോ ഇട്ടത് അവര് പിന്നെ മെമോ ആയിട്ട് ഇട്ടതല്ല, പാസഞ്ചറിന് പകരമായിട്ടാണ് അവരിടുന്നത്. അല്ലാതെ മെമോ ആയിട്ട് ഒരു പ്രത്യേക വണ്ടി അവരിട്ടിട്ടില്ല. ഒരു ലോക്കൽ മെമോ ആവശ്യമുള്ള ആവശ്യം കാസർഗോഡ് കണ്ണൂർ മംഗലാപുരം സെക്ടറിൽ രാവിലെയും വൈകുന്നേരം 3 ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ തീരും. ഇത് പരിഹരിക്കാൻ ഒരുപാട് കോളേജ് വിദ്യാർത്ഥികൾ, ഒരുപാട് ഉദ്യോഗസ്ഥർ, രോഗികൾ. നമുക്കറിയാം മലബാറിന്റെ ഹബ്ബാണ് കോഴിക്കോട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ വിദ്യാഭ്യാസ ഹബ്ബാണ് മംഗലാപുരം. ഈ 2 വലിയ നഗരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ആശ്രയിക്കുന്ന മലയാളികളാണ്. സ്റ്റുഡൻസിൽ ഒരു 60-80% മലയാളികളാണ്. ആരോഗ്യരംഗത്ത് പിന്നെ രോഗികളെയും കൊണ്ടുപോകുന്നത് മലയാളികളാണ്. ഈ കോഴിക്കോടും മംഗലാപുരം തമ്മിൽ അഭേദ്യമായ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ അനുസരിച്ചുള്ള ഒരു ട്രെയിന് സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ വെച്ചാല് കണ്ണൂർ വരെ 9 വണ്ടികൾ എങ്ങനെ യാത്ര. കണ്ണൂരിലേക്ക് വരുന്ന ട്രെയിനെല്ലാം ഒന്നെങ്കിൽ കാസർഗോഡ് വരെ നീട്ടാ. കാസർഗോഡ് നമ്മളെ കുമ്പളയിൽ എത്രയോ ഭൂമിയുണ്ട്. എത്രയോ കാലങ്ങളായി നമ്മളെ കുമ്പള പാസഞ്ചർ അസോസിയേഷൻ നിസാർക്ക നമ്മളെ ജോയിന്റ് സെക്രട്ടറി കോർഡിനേറ്ററാണ്. അദ്ദേഹം പലതവണ ഇതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യം പറയുകയും GM ഓഫീസിലൊക്കെ പറയുമ്പോൾ അവർ നിങ്ങൾ ഡിവിഷൻ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊണ്ടുപോവാ. ഡിവിഷൻ ഓഫീസിൽ DRM ആയിട്ട് ചർച്ച നടത്താൻ വേണ്ടി MP-യോട് പലതവണ നമ്മൾ ആവശ്യപ്പെട്ടു. ഒന്നുകിൽ നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാം. പക്ഷെ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും ചെറിയ കാര്യമാണ്. അതായത് നമുക്കറിയാം, ഒരു DRM ഉദ്യോഗസ്ഥനോ മറ്റോ വരുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ നോക്കാന്ന് പറയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതിനെ അട്ടിമറിക്കും. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ ഇരുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഉന്നയിക്കുന്ന തടസ്സവാദങ്ങൾ ഫലപ്രദമായി നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇതെങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയാണല്ലോ, അപ്പൊ അതെന്ത് നിങ്ങൾ അവിടെ നീട്ടിയത്, എന്ത് ഇങ്ങോട്ട് നീട്ടാത്തത്? ഏറ്റവും ലാസ്റ്റുള്ള ക്രൂരത വെച്ചാൽ നമ്മളിവിടെ ഈ ട്രെയിൻ ഷൊർണൂർ പാസഞ്ചർ മഞ്ചേശ്വരത്തൊക്കെ കുമ്പളയിലൊക്കെ കാസർഗോഡ് നീട്ടുന്ന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ആവശ്യപ്പെടാത്ത ഈ ട്രെയിൻ പാലക്കാടേക്ക് നീട്ടി. എന്തൊരു ക്രൂരത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സമയത്ത് വാഗൺ ട്രാജഡി നിങ്ങൾ കാണിച്ച വിഷ്വൽസും ഇതൊക്കെ നേരിട്ട് പലതവണ കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് എനിക്ക് തോന്നുന്നു ജനപ്രതിനിധികൾ അത് ഈ യാത്ര ജനപ്രതിനിധികൾ പോയിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ പോലും ലോക്കൽ കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യുന്ന അവര് AC കാറിൽ പോകും, ഐഫോൺ കൈ പിടിക്കും. അതല്ലാണ്ട് ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ AC കോച്ചിലേ കയറുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ജനപ്രതിനിധികൾ. ദുരിതം നേരിട്ട് അറിയുന്നില്ല. പക്ഷേ നമ്മുടെ കാസർഗോഡ് MP-ക്ക് പ്രതികരിക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരെ വേണ്ട നിലക്ക് നിർത്താനുള്ള കഴിവുണ്ട്. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചാൽ ഇത് വഴിയുണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ എഫിഷ്യന്റായ ഊർജ്ജസ്വലനായ MP-യാണ്. വളരെ ഊർജ്ജസ്വലനായ MP. നമുക്കറിയാം, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ 1969 മുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സർ. അദ്ദേഹം ശക്തമായി ഇടപെട്ടാൽ ഈ പ്രശ്നം
വളരെ മാത്രമല്ല നമ്മുടെ എല്ലാ MLA-മാരും കൂടെ നിൽക്കും. MLA-മാരുണ്ട്. UDF-ന്റെ MLA 19 MP-മാർ UDF-ന്റേതാണ്. ചില കോണിൽ നിന്ന് പറയുന്നു BJP സർക്കാർ ആയതുകൊണ്ടാണ്. അല്ല, ഈ അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രി മുൻകാലത്തുള്ള പീയൂഷ് ഗോയലിനെ പോലെ സുരേഷ് പ്രഭുവിനെ മാതിരിയല്ല, അവരൊക്കെ വളരെ കർശനമായിരുന്നു, മൊത്തം കർശനം. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, ഇദ്ദേഹം വളരെ മനുഷ്യത്വപരമായ രീതിയിൽ ചെറുത്തുരൊക്കെ പാസഞ്ചറിനും പല സ്ഥലത്തേക്കും സ്റ്റോപ്പുകളും പല സൗകര്യങ്ങളും ഒക്കെ തരുന്ന ഒരു ഡൈനാമിക് മിനിസ്റ്ററാണ്. നമ്മൾ രാഷ്ട്രീയം നോക്കാതെ പറയെങ്കിൽ അശ്വിനി വൈഷ്ണവ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എല്ലാം ഒരേ രീതിയിൽ വളരെ ജനങ്ങൾക്ക് വേണ്ടി അത്യുജ്വലമായി ജോലി ചെയ്യുന്നവരാ. അവരുടെ അടുത്ത് ഈ പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാൽ എത്ര 15-25 വർഷമായി പറയുന്ന കാര്യം നടപ്പിലാവില്ല എന്ന് പറയുന്നത് വേറെ എവിടെയും ഒത്തുപിടിച്ച ഒരു മാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നത്. വളരെ എളുപ്പം MP നേതൃത്വം കൊടുത്ത് ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ. എന്തുകൊണ്ട് കണ്ണൂർ മാത്രമല്ല, ഞാൻ പറഞ്ഞത് യാത്ര ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വരണം. അവര് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കണം. അവരെ പ്ലാറ്റ്ഫോമുകളിൽ അവർ പ്രതികരിക്കട്ടെ. അവർ മീഡിയക്ക് മുമ്പിൽ വരാൻ അവർക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഒരു ധർണ നടക്കുമ്പോൾ ഒന്ന് കൂടെ നിൽക്കൂ എന്ന് പറയുമ്പോൾ തന്നെ നിൽക്കാതെ പോയി കളിയാണ്. അതെ, നിങ്ങൾ ഈ പാസഞ്ചർ അസോസിയേഷന്റെ ധർണക്കൊന്നും ആള് കാണാറില്ല. ഇല്ല, അതൊന്നും ഞാൻ മനസ്സിലാക്കിയത്. വേറൊന്ന്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ റെയിൽവേയിൽ പോയി ഇങ്ങനെ ഒരു ബൈറ്റ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പോലും ഒരു യാത്രക്കാരൻ പോലും അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ല. വിമുഖത കാണിക്കുകയാണ്. വിമുഖത. അവർ പറഞ്ഞത് ഇത് കുറെ വർഷമായി എല്ലാവരും പറഞ്ഞത് ഇതൊന്നും കിട്ടൂല, പറഞ്ഞാലും കിട്ടൂല എന്നുള്ള പോക്കാണ്. അപ്പൊ കിട്ടൂല എന്ന് അവരെന്നെ സ്വയം വിചാരിച്ച് അവന് കിട്ടോ? അങ്ങനെ നടക്കുമ്പോൾ പാടില്ലല്ലോ. അങ്ങനെയല്ലേ, നമ്മുടെ നിരന്തര ശ്രമല്ലേ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ, യാത്ര ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് കാസർഗോഡിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള പ്രതികരണ ശേഷി ഇല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമാണ്, അതുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ഫേസ്ബുക്ക് ഉണ്ട്, മറ്റുള്ള സംഭവങ്ങളുണ്ട്. അവർക്ക് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരവധിയുണ്ട്. ഇവര് ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ മതിയാവും. ഇവര് ചുമ്മാ എന്തെല്ലോ ഒരു ഹാഷ്ടാഗ് പോലെ കാസർഗോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വെച്ചാൽ ഇന്ന് വണ്ടി ലേറ്റ് ആയി, ഇന്ന് വണ്ടി ഇവിടെ എത്തി, ഇന്ന് അവിടെ എത്തി എന്നല്ലാതെ കുറിച്ച് ഇപ്പൊ നമ്മളെല്ലാം ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ, നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്ത് പല സ്ഥലത്തും പോകുന്ന റെയിൽവേ യാത്രക്കാരെ കണ്ട് നമ്മളിന്ന് പരിചയപ്പെടുത്തി നമ്മൾ പാസഞ്ചർ അസോസിയേഷൻ ആളാ എന്ന് പറഞ്ഞ പിന്നെ ഒരു സന്മനസ്സോ ആ ഒരു സ്നേഹബന്ധോ ഉണ്ടാവാറില്ല. ഒരു അനുകൂല നിലപാടേ ഇല്ല. പയ്യന്നൂർ ഞാൻ കാസർഗോഡ് റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ ഇങ്ങനെ. എന്നാൽ സാധാരണ ഇതിൽ അവര് നമ്മളോട് പിന്നെ സ്നേഹബന്ധം എല്ലാം ആക്കിയിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത് ഒരു പലപ്പോഴും ഇവിടെ കിട്ടുന്നില്ല. വളരെ ദൗർഭാഗ്യകരമാണ്. മനസ്സിലായില്ലേ? നോക്കാം, നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ടെങ്കിലും എല്ലാ ആൾക്കാരും, ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മളെ ട്രെയിന് യൂസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ, യാത്രക്കാർ ആരൊക്കെ ഉണ്ടോ, എല്ലാവരും പ്രതികരിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട MP ഇതിനു വേണ്ടി രംഗത്തിറങ്ങുക. എല്ലാ MLA-മാരുടെ ഒരു അഭ്യർത്ഥനയാണ്, അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരോടും ഒരു അഭ്യർത്ഥനയാണ്, വിദ്യാർത്ഥികളോട് ഒരു അഭ്യർത്ഥനയാണ്. ഇതുപോലുള്ള ദുരിതയാത്ര അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നെങ്കിൽ അവർ അഡീഷണലായിട്ട് നമുക്ക് മെമ്മോ തരിക. കണ്ണൂർ നിർത്തിവെക്കുന്ന ട്രെയിനൊക്കെ അറ്റ്ലീസ്റ്റ് കാസർഗോഡെങ്കിലും നീട്ടുക. കാസർഗോഡ് കുമ്പളയിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക. കുമ്പള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ഡിവിഷന്റെ ഏറ്റവും വലിയ ഭൂമിയുള്ള സ്ഥലമാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം എത്ര വേണമെങ്കിലും അവിടെ നിർമ്മിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇല്ലെങ്കിൽ മംഗലാപുരം വരെ അതിനെ നീട്ടിക്കൊണ്ടുപോകുക. അപ്പോൾ കർണാടകയിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡ് തടസ്സമുണ്ട്. റെയിൽവേന്റെ പുതിയ പരിപാടി വെച്ചാൽ കാസർഗോഡിൽ ഇപ്പോൾ ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ സ്ഥലം ഒരു പാർക്കിംഗ് ആക്കുകയാണ്. DRM വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പാർക്കിംഗ് ആവശ്യം, ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോം ആക്കിയാൽ പല വണ്ടികളുടെ വരും. MP അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം. പാർക്കിംഗ് അല്ല വേണ്ടത്, കാസർഗോഡ് പാർക്കിംഗ് ഉള്ളത് മതി, പാർക്കിംഗ് ആവശ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ആവശ്യമാണ് ഒരു പുതിയ പ്ലാറ്റ്ഫോം. റെയിൽവേ സ്റ്റേഷന്റെ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്വാർട്ടേഴ്സ് ഒഴിവാക്കിയിട്ട് അവിടെ വലിയ പാർക്കിംഗ് ഏരിയയാണ്. പാർക്കിങ്ങിന്റെ ആവശ്യം ഇല്ലാതല്ല, പക്ഷെ നമുക്ക് പാർക്കിംഗ് ഇപ്പൊ ഉണ്ടാക്കിയ പാർക്കിംഗ് അത്യാവശ്യമാണ്. പക്ഷെ അവരെന്താക്കുന്ന വെച്ചാൽ പാർക്കിങ്ങിനാണ് അവരെ ശ്രമം. പടിഞ്ഞാറ് വശത്ത് ഇപ്പൊ റെയിൽവേ ക്വാർട്ടേഴ്സ് ഉള്ള സെക്കൻഡ് പ്ലാറ്റ്ഫോമിന് ആ ഭാഗത്ത് മുഴുവൻ ഒരു പാർക്കിംഗ് ആക്കേണ്ട പരിപാടിയാണ്. പക്ഷെ അത് MP വിട്ടുകൊണ്ട് അത് പ്ലാറ്റ്ഫോം ആക്കണം. പ്ലാറ്റ്ഫോമിന്റെ കൂടെ എന്തെങ്കിലും പാർക്കിംഗ് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ലാതെ അത് പാർക്കിംഗ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ദുരിതം ഇരട്ടിക്കേ ഉള്ളൂ. ഒരു ഭാവിയിൽ ഒരു തരത്തിലുള്ള റെയിൽവേ വികസനം ഒരു ട്രെയിൻ ഇങ്ങോട്ട് നീട്ടാനുള്ള സാധ്യത പൂർണ്ണമായി അടയും. അല്ല, ഞാൻ വേറെ കാര്യമുണ്ട്. നമുക്ക് ഇനി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എത്ര വികസനത്തിലേക്ക് കൊണ്ടുപോയാലും ഇത് പോകുന്നൊരു വഴിയുണ്ടല്ലോ, നമ്മുടെ ട്രാഫിക് ജംഗ്ഷനും പോലീസ് സ്റ്റേഷനും ഇതും പിന്നിട്ടിട്ട് പോകുന്നൊരു വഴി യാത്ര ദുരിതമാണ്. അതുകൊണ്ട്
കൂടുതൽ പ്ലാറ്റ്ഫോമും കൂടുതൽ റെയിൽവേ വികസനം വരുന്നത് കുമ്പളയിലാണ്. കുമ്പള എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ കാണുന്നില്ലേ, ബാംഗ്ലൂരിനെ കുറച്ച് യശ്വന്ത്പൂർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തെ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ അവർ കൊണ്ടുവന്നത് പോലെ അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിൽ ഉള്ളതുപോലെ കാസർഗോഡിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ അതെ ഇതാണല്ലേ നമ്മളെ കൊച്ചുവേളിയാണ് അതെ അതെ അതുമാതിരി ഡെവലപ്പ് ചെയ്യാൻ മംഗലാരക്കാർക്ക് താല്പര്യമുണ്ട്. കുമ്പള ഡെവലപ്പ് ചെയ്യാൻ അതെ അതെ മംഗലാരത്തും പ്ലാറ്റ്ഫോം കൺസ്റ്റന്റ് ഉണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. ആ ട്രെയിൻ ഇങ്ങോട്ട് വരും. അവർക്ക് മുംബൈ ഡൽഹി പോലെ പോകുന്ന വലിയ ദീർഘദൂര ട്രെയിനുകൾ മംഗലാരത്ത് പുറപ്പെടുന്ന വണ്ടി ഇവിടുന്ന് പുറപ്പെടാൻ പറ്റും. അവർക്ക് 2 സ്ഥലം ജംഗ്ഷൻ ഓൾറെഡി ഫുള്ളായി, പിന്നെ സെൻട്രലിന് ഫുള്ളായി. അവർക്കും താല്പര്യമുണ്ട്. നമ്മൾ ഒത്തുപിടിച്ചാൽ ആ MP നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, ബ്രിജേഷ് ചൗട്ട, അദ്ദേഹത്തിന് ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം പല നല്ല നല്ല നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. നമ്മളെന്തായാലും അടുത്ത് തന്നെ പാലക്കാട് ഡിവിഷൻ നമ്മൾ സന്ദർശിച്ചുകൊണ്ട് ഡിവിഷൻ ഓഫീസിൽ നമ്മൾ DRM വന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒന്നും കൂടി നമ്മൾ MP-ന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങളും കൂടി പാസഞ്ചർ അസോസിയേഷൻ കൂടി നമുക്ക് നേരിട്ട് തന്നാൽ മതി. തീർച്ചയായിട്ടും അതിനോട് രംഗത്ത് വരണം. അത് ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തിക്കൊണ്ട് അതെ 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 ഓരോ കാസർഗോട്ടുകാരനും ഒരു തവണയെങ്കിലും ട്രെയിൻ യാത്ര നടത്തുന്ന ആൾക്കാരാണ് അല്ലെ? വെറും ഈ ഉദ്യോഗസ്ഥർ പോകുന്ന വരുന്ന മാത്രമല്ല, വിദ്യാർത്ഥികൾ പോകുന്ന വരുന്നത് മാത്രമല്ല, എല്ലാവർക്കും ദുരിതമാണ് യാത്ര. അതുകൊണ്ട് നമ്മുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. ഈ വീഡിയോ മാക്സിമം എല്ലാ ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ പ്രതികരണങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ വികസനത്തിന് വേണ്ടി, റെയിൽവേ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ ഒരു കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? നിർത്താലേ നമുക്ക്? ബാത്റൂമിനുള്ളിലുള്ള റഷ് കേട്ടാ. ഇത് ടോയ്ലറ്റിനുള്ളിലുള്ള റഷ്. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ, ഇവിടെയുള്ള ആൾക്കാർ ആ ബർത്തിന്റെ മുകളിൽ കൊടുത്തു. വേഗം എല്ലാം അങ്ങോട്ട് വിട്ടോളൂ. വേഗം അങ്ങോട്ട് എങ്ങനെ നിൽക്കാം. നീ ആ ഫാൻ്റെ കാര്യം കൊണ്ടിരുന്നോ?